എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 2 ദിവസമായിട്ട് നമുക്ക് കുറച്ച് വയ്യായ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഇനി മുതൽ എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ബെൽ ഐക്കൺ ഒന്ന് ഓപ്പൺ ചെയ്തിടണം. എങ്കിൽ മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. a square minus 5a plus 3 into x square plus 3a minus 1 into x plus 2 equal to 0 എന്ന ദ്വിമാന സമവാക്യത്തിന്റെ ഒരു മൂല്യം അതായത് ഒരു സീറോ ഏതാന്ന് പറഞ്ഞിട്ടുണ്ട്? ഒരു മൂല്യം മറ്റൊന്നിന്റെ ഇരട്ടിയായാൽ എയുടെ വില അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ദ്വിമാന സമവാക്യം പറഞ്ഞിരിക്കുന്നത് a സ്ക്വയർ മൈനസ് 5a പ്ലസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 3a മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്നതാണ്. ഏതെന്ന് പറഞ്ഞത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ, ദ്വിമാന സമവാക്യത്തിൽ. അതിൽ എയുടെ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കൂ. കാരണം നമുക്ക് എഴുതുമ്പോൾ സ്ഥലം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനത് മായ്ച്ചത് കേട്ടോ. എങ്ങനെയാണ് നമ്മൾ എഴുതുക നോക്കൂ. അതായത് നമുക്ക് മൂല്യങ്ങൾ എന്താന്ന് തന്നിട്ടുണ്ടോ? ഒരെണ്ണത്തിന്റെ ഇരട്ടിയാണ്. അപ്പൊ ആൽഫയും 2 ആൽഫയുമാണ് രണ്ട് സീറോസ് എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് അറിയാം എങ്ങനെ എഴുതാം. ആൽഫ പ്ലസ് 2 ആൽഫ, അതായത് ആൽഫ പ്ലസ് 2 ആൽഫ ഇതിൽ എന്താണ്? മൈനസ് ബി ബൈ എ അല്ലെ, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ് വെച്ചെങ്കിൽ നമുക്കറിയാം രണ്ട് സീറോസിന്റെ സമ്മ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആവുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? മൈനസ് 3a മൈനസ് 1 അല്ലെ, ബൈ എ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 3 എന്ന് വരും അല്ലെ. അപ്പൊ നമുക്ക് ഇത് എന്ത് വരും? ആൽഫ പ്ലസ് 2 ആൽഫയാണ് ഇത് അല്ലെ, അതായത് 3 ആൽഫ ഈക്വൽ ടു എന്ത് വരും? അതായത് ഇതിനെ ഉള്ളിലേക്ക് എടുക്കാം, അല്ല അപ്പൊ എന്ത് വരും? 1 മൈനസ് 3a എന്ന് വരില്ലേ? 1 മൈനസ് 3a ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 3 എന്ന് വരും. ഇനി നമ്മൾ സ്ക്വയർ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് വരും? 3a ആൽഫ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആൽഫ സ്ക്വയർ എന്ന് വരില്ലേ? 9 ആൽഫ സ്ക്വയർ ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ എന്ന് വരും അല്ലേ, ഇതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതിന്റെ സ്ക്വയർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ 1 കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ കിട്ടാൻ പറ്റും? ആൽഫ ഇൻറ്റു 2 ആൽഫ നമുക്കറിയാം. എങ്ങനെയാണ് എഴുതുക? ആൽഫ ഇൻറ്റു 2 ആൽഫ സി ബൈ എ ആണ്. സി ഇവിടെ എന്താണ്? 2 ആണ്. 2 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 3. അപ്പൊ നമുക്ക് ഇതിന്ന് എന്ത് എഴുതാം? 2 ആൽഫ സ്ക്വയർ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 2 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 3. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആയി. ഇനി നോക്കൂ, ഇതിലും ആൽഫ സ്ക്വയർ ഉണ്ട്, ഇതിലും ആൽഫ സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്ത ഈ ആൽഫ സ്ക്വയർ പോവില്ലേ? അപ്പൊ എയിൽ മാത്രമുള്ള ഒരു ഇക്വേഷൻ കിട്ടില്ലേ? നോക്കൂ. അപ്പൊ ഇങ്ങനെയാണ് എഴുതുക. ഇവിടെ ഞാൻ മായ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ 1 ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യണേ കേട്ടോ. 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 9 ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആൽഫ സ്ക്വയർ അല്ലേ, ഈക്വൽ ടു എന്തെന്ന് വരും? 1 മൈനസ് 3a ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ
എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 3 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ പിന്നെ ഇത് അല്ലെ 2 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 3. ഇത് ഒരെണ്ണം ഇതിൽ ക്യാൻസൽ ചെയ്ത് പോവില്ലേ? അപ്പൊ ഒരെണ്ണം മാത്രമാവും അല്ലെ. അപ്പൊ എന്ത് വരും നോക്കൂ, 1 മൈനസ്. അപ്പൊ ഇതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇനി ഇതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോ എന്ത് വരും നോക്കൂ, 9 ആൽഫ സ്ക്വയർ ബൈ ആൽഫ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോവും, 9/2 എന്ന് വരും. അപ്പോൾ 9 മാത്രം ഇവിടെ വന്നിട്ട് വെച്ചെങ്കിൽ 9 ഇൻറ്റു ഏത് വരും, 9 ഇൻറ്റു 2 ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? കാരണം എന്താണ്, ഇത് ഈ ഭാഗത്തുള്ളതാണ്, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാ മുകളിലേക്ക് ആവും. അപ്പൊ 2 ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ഏതുണ്ട്, ഇവിടെ 9 മാത്രം ഉണ്ട്. പിന്നെ ഇവിടെ അപ്പൊ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, 9 ഇൻറ്റു എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 3 ഈക്വൽ ടു എന്തെന്ന് വരും, 1 മൈനസ് 3a ഹോൾ സ്ക്വയർ. 1 മൈനസ് 3a ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 6a പ്ലസ് 9a സ്ക്വയർ അല്ലേ. അപ്പൊ ഈ 9a സ്ക്വയറും ഈ 9a സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ലേ? ഇനി എന്താ വരിക, മൈനസ് 45a പ്ലസ് 3 ഈക്വൽ ടു 1 മൈനസ് 6a എന്ന് വരില്ലേ? അല്ല, ഇവിടെ 3 അല്ല, 9 3s are 27 വരും കേട്ടോ. 27 മൈനസ് 45a പ്ലസ് 27 ഈക്വൽ ടു 1 മൈനസ് 6a. അപ്പൊ ഈ 6നെ ഇതിനെ ഇങ്ങോട്ട് കൊടുന്ന എന്ത് വരും, 45 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 39 വരും അല്ലെ. 39a ഈക്വൽ ടു എന്തെന്ന് വരും, 27 മൈനസ് 1 26. അപ്പൊ a എന്താണ് വരിക, 26/39. അപ്പൊ ആൻസർ 26/39 എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 2x സ്ക്വയർ മൈനസ് 7x പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന ദ്വിമാന സമവാക്യത്തിന്റെ മൂല്യങ്ങൾ ആൽഫ ബീറ്റ ആയാൽ 1/ആൽഫ പ്ലസ് 1/ബീറ്റ എത്രയാണെന്ന്. ആൽഫ ബൈ ബീറ്റ പ്ലസ് ബീറ്റ ബൈ ആൽഫ എത്രയാണെന്ന് 2 ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോ ഇതിലെങ്ങനെയാണ് കാണുക, ആൽഫ ബീറ്റ ഈ ദ്വിമാന സമവാക്യം നമുക്ക് ഏതിനോട് കമ്പയർ ചെയ്യാം, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ളതാണ് വെച്ചെങ്കിൽ ആൽഫയും ബീറ്റയും ആണ് അതിന്റെ മൂല്യങ്ങളെങ്കിൽ അതിന്റെ സീറോസ് ആൽഫ ബീറ്റ ആണ് വെച്ചെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്ത് പറയാം, സി ബൈ എ. അപ്പൊ ഇതിൽ കമ്പയർ ചെയ്താ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാം, ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് വരും, 7/2. ആൽഫ ബീറ്റ എന്ത് വരും, സി ബൈ എ, അതായത് 5/2. അപ്പൊ നമുക്ക് ഇനി ഇത് എഴുതാം. ഇത് എങ്ങനെ എഴുതാം, ഇതിന്റെ LCM എന്ത് വരും, ആൽഫ ബീറ്റ എന്ന് വരും. അപ്പൊ ഇവിടെ ബീറ്റ പ്ലസ് ആൽഫ, ബീറ്റ പ്ലസ് ആൽഫ എന്താന്ന് നമുക്ക് കിട്ടി, 7/2 ആണ്. അപ്പൊ 7/2 ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ എന്താണ്, 5/2. അപ്പൊ 2 ക്യാൻസൽ ചെയ്ത് പോവില്ലേ. അപ്പൊ എന്താ വരും, ആൻസർ എന്ത് വരും, 7/5 എന്ന് വരും. ഇനി നെക്സ്റ്റ് എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ബീറ്റ ആൽഫ ബൈ ബീറ്റ പ്ലസ് ബീറ്റ ബൈ ആൽഫ. ഇതിന്റെ LCM എന്ത് വരും, ആൽഫ ബീറ്റ ആക്കി എടുത്തുണ്ട് വെച്ചെങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് വരില്ലേ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ബൈ ആൽഫ ബീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്താ എഴുതാം, ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്ന് എഴുതിക്കൂടെ, ഇതിന് ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ എന്ന് വന്നു. അപ്പൊ നമുക്ക് എന്ത് വരും, ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ നമ്മൾ എഴുതി 7/2 ആണെന്ന് അല്ലെ. അപ്പൊ 7/2 ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ എന്താ പറഞ്ഞ് 5/2 ഡിവൈഡഡ് ബൈ
5/2. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. എത്രയാണ്? 49/4 മൈനസ് 2 ക്യാൻസൽ ചെയ്ത് പോയില്ലേ, 5 എന്ന് വരില്ലേ, ഡിവൈഡഡ് ബൈ 5/2. അപ്പൊ 49 മൈനസ് 20 അല്ലേ? അപ്പൊ 29 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 5, ഇവിടെയാണ് ഇൻറ്റു 2 വരിക അല്ലേ? അപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോ 29/10 എന്ന് വരും. ആൻസർ എന്താ വരിക? 29/10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയോളൂ. എന്താണ്? x² മൈനസ് 5x പ്ലസ് k ഈക്വൽ ടു 0 എന്ന ദ്വിമാന സമവാക്യത്തിന്റെ മൂല്യങ്ങൾ ആൽഫ കോമ ബീറ്റ. ആൽഫ മൈനസ് ബീറ്റ ഈക്വൽ ടു 1 ആയാൽ k ഈക്വൽ ടു എത്ര? അതായത് നമുക്ക് തന്നിട്ടുണ്ട് മൂല്യങ്ങൾ ആൽഫയും ബീറ്റയും ആണെന്ന്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് എഴുതാം. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ അല്ലേ? അപ്പൊ മൈനസ് ഓഫ് മൈനസ് 5 വരില്ലേ ബൈ 1, അതായത് 5. ആൽഫ ബീറ്റ എന്ത് വരും? സി ബൈ എ എന്ന് വരും. സി ബൈ എ എന്ന് പറഞ്ഞാൽ കെ തന്നെ അല്ലേ? ആൽഫ ബീറ്റയാണ് കെ. അപ്പൊ നമുക്ക് ആൽഫയും ബീറ്റയും കണ്ടുപിടിച്ചാൽ നമുക്ക് കെ കിട്ടും. ആൽഫ ബീറ്റ കണ്ടാൽ മതി അല്ലെ? അതിന് നമുക്ക് എന്ത് ചെയ്യാം? ആൽഫ പ്ലസ് ബീറ്റ നമ്മൾ കണ്ടുപിടിച്ചു 5 ആണെന്ന്. നമുക്ക് തന്നിട്ടുണ്ട് ആൽഫ മൈനസ് ബീറ്റ ഈക്വൽ ടു 1 എന്നുള്ളത്. അപ്പൊ ഇതിനെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും? 2 ആൽഫ ഈക്വൽ ടു 6 എന്ന് വരില്ലേ? ആൽഫ ഈക്വൽ ടു 6/2 3 എന്ന് വരില്ലേ? ബീറ്റ അപ്പൊ എന്താണ്? 5 മൈനസ് 3 എന്ന് വരില്ലേ? അപ്പൊ ബീറ്റ ഈക്വൽ ടു 2. അപ്പൊ ആൽഫ ബീറ്റ ആണ് കെ. അപ്പൊ ആ കെ എന്ത് വരും? 3 ഇൻറ്റു 2, അതായത് 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 2y² മൈനസ് ay പ്ലസ് 64 ഈക്വൽ ടു 0 എന്ന ദ്വിമാന സമവാക്യത്തിന്റെ ഒരു മൂല്യം മറ്റൊന്നിന്റെ ഇരട്ടിയായാൽ എയുടെ വില, അതായത് ഒന്ന് ആൽഫയും ഒന്ന് 2 ആൽഫയും ആണെന്ന് വിചാരിച്ചാൽ നമുക്കറിയാം ഇത് ഏത് ഫോമിലാണ്? ax² പ്ലസ് bx പ്ലസ് c എന്നുള്ള ഫോമിലാണ് അല്ലെ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പൊ നമുക്കറിയാം ആൽഫയും ബീറ്റയുമാണ് അതിന്റെ സീറോസ് എങ്കിൽ നമുക്ക് അറിയാം ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ, ആൽഫ ബീറ്റ ഈക്വൽ ടു സി ബൈ എ. ഇതിൽ നിന്ന് നമുക്ക് രണ്ട് സീറോസ് ഇവിടെ ആൽഫയും 2 ആൽഫയും ആണെന്ന് പറഞ്ഞ കാരണം നമുക്ക് എന്ത് പറയാം? ആൽഫ പ്ലസ് 2 ആൽഫ ഈക്വൽ ടു മൈനസ് ബി ബൈ എ, അതായത് മൈനസ് ബിയുടെ സ്ഥാനത്ത് ഇവിടെ എന്ത് വരും? മൈനസ് ഓഫ് മൈനസ് എ ബൈ 2 അല്ലെ? അപ്പൊ എന്ത് വരും? എ ബൈ 2. ഇനി ആൽഫ ഇൻറ്റു 2 ആൽഫ എന്ത് വരും? സി ബൈ എ, അതായത് 64/2. അത് എത്രയാണ്? 32. അപ്പൊ 2 ആൽഫ സ്ക്വയർ 32 ആണ് അല്ലെ? അപ്പൊ 2 ആൽഫ സ്ക്വയർ ഈക്വൽ ടു 32. ആൽഫ ഇവിടുന്ന് എന്ത് പറയാം? 3 ആൽഫ ഈക്വൽ ടു എ ബൈ 2 എന്നും പറയാം അല്ലെ? അപ്പൊ ഇതിന്ന് ആൽഫ എടുത്തുകൂടെ? ആൽഫ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഈ 3നെ അങ്ങോട്ട് കൊണ്ടുപോയാ പോരെ? അപ്പൊ എ ബൈ 6 ആണ് ആൽഫ അല്ലെ? അപ്പൊ ഈ ആൽഫയ്ക്ക് പകരം ഇവിടെ ഞാൻ എ ബൈ 6 എന്ന് കൊടുത്താൽ എന്ത് വരും? 2 ഇൻറ്റു a² ബൈ 36 ഈക്വൽ ടു 32 അല്ലെ? അപ്പൊ ഇവിടെ എന്ത് വരും നോക്കൂ? a² ഈക്വൽ ടു, ഞാൻ ഇവിടെ കുറച്ചൊന്ന് മാറ്റാം എങ്കിലേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ a² ഇവിടുന്ന് എങ്ങനെ എഴുതാൻ പറ്റും? 32 ഇൻറ്റു 36 എന്ന് വരും അല്ലെ? 32 ഇൻറ്റു 36/2. 32/2 എത്ര വരും? 16 ആണ് അല്ലെ? അപ്പൊ 36 ഇൻറ്റു 16. ഇനി നമുക്ക് a കിട്ടണം വെച്ചെങ്കിൽ അതിന്റെ റൂട്ട് എടുക്കണം അല്ലെ? അപ്പൊ റൂട്ട് ഓഫ് 36 ഇൻറ്റു 16 അത് എത്ര വരും? 6 ഇൻറ്റു 4 ആവും അല്ലെ? പ്ലസ് ഓർ മൈനസ് ഉണ്ടാവും. അപ്പൊ 6 ഇൻറ്റു 4 എത്രയാണ്? 24. അപ്പൊ ആൻസർ എന്താണ്? പ്ലസ് ഓർ മൈനസ് 24. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 3x² പ്ലസ് kx പ്ലസ് 81 ഈക്വൽ ടു 0 എന്ന ദ്വിമാന സമവാക്യത്തിന്റെ ഒരു മൂല്യം മറ്റൊന്നിന്റെ വർഗം ആണെങ്കിൽ കെയുടെ വില, അതായത് ആൽഫയാണ് ഒരെണ്ണം എടുത്തുണ്ട് വെച്ചെങ്കിൽ മറ്റേത് എന്താവും? ആൽഫ സ്ക്വയർ ആവും അല്ലെ. ആൽഫയും ആൽഫ സ്ക്വയറുമാണ് സീറോസ് എങ്കിൽ നമുക്ക് ഇവിടുന്ന് ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ള സമവാക്യമാണെങ്കിൽ നമുക്കറിയാം ആൽഫയും ബീറ്റയുമാണ് അതിന്റെ സീറോസ് എങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എങ്ങനെ എഴുതാം? മൈനസ് ബി ബൈ എ എന്ന് എഴുതാം. ആൽഫ ബീറ്റ എങ്ങനെ എഴുതാം? സി ബൈ എ എന്ന് എഴുതാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സീറോസ് എന്തൊക്കെയാണ്? ആൽഫയും ആൽഫ സ്ക്വയറുമാണ്. അപ്പൊ അതിന്റെ സം എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ബി ബൈ എ, അതായത് മൈനസ് കെ ബൈ 3. ഇനി ആൽഫ ഇൻറ്റു ആൽഫ സ്ക്വയർ എന്ത് വരും? സി ബൈ എ അല്ലെ. 81/3 അതായത് 27. ആൽഫ ക്യൂബ് 27 ആണ് വെച്ചെങ്കിൽ ആൽഫ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? 3 ആണെന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പോ 3 പ്ലസ് 3 സ്ക്വയർ അതായത് ഈക്വൽ ടു മൈനസ് കെ ബൈ 3. അപ്പൊ കെ എന്ത് വരും നോക്കൂ? ഇത് എത്രയാണ്? 9 plus 3 12 12 into 3 36 അല്ലെ. അപ്പൊ കെ എന്ത് വരും? മൈനസ് 36 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. x² പ്ലസ് 6x മൈനസ് 4 ഈക്വൽ ടു 0 എന്ന ദ്വിമാന സമവാക്യത്തിന്റെ മൂല്യങ്ങൾ ആൽഫ ബീറ്റ ആകുന്നു എങ്കിൽ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ മൂല്യങ്ങളായി വരുന്ന ദ്വിമാന സമവാക്യം കണ്ടെത്തുക. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം? ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ആൽഫ പ്ലസ് ബീറ്റ ഇതിന്ന് എങ്ങനെ പറയാം? മൈനസ് ബി ബൈ എ എന്ന് പറയുമ്പോൾ മൈനസ് 6 എന്ന് വരും. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? സി ബൈ എ അല്ലെ. അപ്പൊ -4. ഇനി നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക നോക്കൂ. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ എന്ന് പറഞ്ഞൂടെ? അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ മൂല്യങ്ങളായി വരുന്ന ദ്വിമാന സമവാക്യം നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്ത് കിട്ടണം? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കിട്ടണം. അതുകൊണ്ടാണ് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? 36 ആണ് അല്ലെ. 36 ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു -4 അത് എത്രയാണ്? -8 ആണ് അല്ലെ. അപ്പൊ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ത് വരും? 36 പ്ലസ് 8 എന്ന് വരില്ലേ? അത് എത്രയാണ്? 44. ഇനി ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റില്ലേ? ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ, അതായത് 60. അപ്പൊ നമുക്ക് സമവാക്യം എഴുതാൻ പറ്റില്ലേ? എങ്ങനെയാണ് സമവാക്യം എഴുതുക? x² മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് അല്ലെ. അപ്പൊ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 44x പ്ലസ് ആൽഫ ബീറ്റ. ഇവിടെ എന്താണ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത്? ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ ആണ് അല്ലെ. അത് എത്രയാണ്? 16 ഈക്വൽ ടു 0. ഇതാണ് ഏത് ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ മൂല്യങ്ങളായി വരുന്ന ദ്വിമാന സമവാക്യം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.